ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രക്ഷ തേടി ഗാസ വിട്ട് ഈജിപ്റ്റ് അതിർത്തിയിലെ റാഫ നഗരത്തിൽ അഭയം തേടിയിരുന്ന പലസ്തീൻകാർ പാർത്തിരുന്ന കൂടാരത്തിന് നേരെയാണ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 11 പേർ നിലകൊല്ലപ്പെട്ടത്. റാഫ നഗരപ്രാന്തത്തിലെ ടെല്ലൽ സുൽത്താനിലെ എമിറേറ്റ് ആശുപത്രിക്ക് പുറത്തുള്ള ടെന്റിലാണ് ആക്രമണം നടന്നത്. കൊല്ലപ്പെട്ടവരിൽ ഒരു ആരോഗ്യ പ്രവർത്തകനുമുണ്ട്. മറ്റാക്രമണങ്ങളിൽ 92 പേർ കൂടി ഇന്നലെ കൊല്ലപ്പെട്ടതോടെ ഇപ്പോഴത്തെ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം 30,320 ആയിരിക്കുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വലയുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മറ്റും വിമാനത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നതിന് US സൈന്യം ഇന്നലെ തുടക്കമിട്ടു. 3C-130 വിമാനങ്ങൾ 35,000 ഭക്ഷണ പാക്കറ്റുകളാണ് ഇട്ടുകൊടുത്തത്. ദക്ഷിണ ലെബനനിലെ നക്വാറിയിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ സഞ്ചരിച്ചിരുന്ന കാറ് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്ന് 3 പേർ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. റമിയ പട്ടണത്തിലെ ഒരു വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ 4 ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ചെങ്കടലിൽ കഴിഞ്ഞ മാസം 18-ാം തീയതി യമനിലെ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന് ഇരയായ റൂബിമാർ എന്ന കപ്പൽ മുങ്ങി. ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ച ശേഷം ഒട്ടേറെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടെങ്കിലും മുങ്ങുന്ന ആദ്യ കപ്പലാണിത്. ബെലിസിൽ നിന്ന് രാസവളവുമായി പുറപ്പെട്ട ഈ കപ്പൽ മുങ്ങിയത് വലിയ പരിസ്ഥിതി ദുരന്തത്തിനിടയാക്കും എന്നാണ് ഭീതി പരക്കുന്നത്. ഗാസയിൽ വെടിനിർത്തലിനുള്ള സമാധാന ചർച്ചകൾ ഇന്ന് കെയ്റോയിൽ പുനരാരംഭിക്കുമെന്ന് ഈജിപ്തിന്റെ സുരക്ഷാ ഏജൻസി അറിയിച്ചു. 10-ാം തീയതി റമദാൻ നോമ്പ് ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഖത്തർ, ഈജിപ്റ്റ്, US എന്നീ രാഷ്ട്രങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. റാഫയിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന് കാത്തുനിന്നവർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗം ആളുകൾക്കും വെടിയേറ്റിരുന്നതായി യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര സർവീസ് അറിയിച്ചു. പലസ്തീനിൽ നിൽക്കാൻ പറ്റാതെ ഗാസക്കാർ ഒരുവിധം രക്ഷപ്പെട്ട് ഈജിപ്തിലെത്തിയതാണ്. ഈജിപ്തിന്റെ റാഫ അതിർത്തി തുറക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് അതിർത്തിയിൽ ജീവനു വേണ്ടി വിലപിച്ച് കിടന്നത്. ഒടുവിൽ അതിർത്തി തുറന്ന് റാഫയിലെത്തിയപ്പോൾ അടുത്ത പരീക്ഷണം ഈജിപ്തിനായി. ആരാണോ ഹമാസ് ഭീകരരെ പേറുന്നത് അവരെല്ലാം പ്രശ്നത്തിലാകും. ഇസ്മായിൽ ഹനിയയും യഹ്യാ സിൻവാറും മുഹമ്മദ് ദെയ്ഫുമൊക്കെ ഖത്തറിലെത്തിയപ്പോൾ ഖത്തറിനു മുകളിൽ മൊസാദിന്റെ വിമാനം അങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനെ ലോകത്തിന് തന്നെ ഭയമാണ്. ഇവിടെ വെച്ചിട്ട് അവരെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഖത്തർ നിലവിളിക്കുന്നു. പിന്നീട് അവരുടെ അഭയം വിലക്കുന്നു. ഈജിപ്തിലേക്ക് പോകുന്നു. ഈജിപ്തിൽ ചെന്നപ്പോഴും അതേ അവസ്ഥ തന്നെ. നിങ്ങൾ മര്യാദയ്ക്കൊന്ന് ഒതുങ്ങിക്കൊടുക്കേണ്ടതിന് പകരം വെടിനിർത്താൻ താണു കേണ് നിലവിളിക്കുകയും വിലപിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ കൽപ്പനകളുമായി ആയുധധാരികളാകുന്ന സായുധ സൈനികരായ ഇസ്രായേലിയരുടെ മുന്നിലേക്ക് പോയാൽ എന്താകും അവസ്ഥയെന്ന് പറഞ്ഞ് ഈജിപ്തും ഇവരെ ഡിസ്കറേജ് ചെയ്തു വിട്ടു. ഈജിപ്തിന്റെ കാല് പിടിക്കാൻ ഇസ്മായിൽ ഹനിയ പലതവണകളിലെത്തി. അപ്പോഴും അവർ ചില കരാറുകളാണ് ഉണ്ടാക്കുന്നത് ഇസ്രായേലിന് നൽകാൻ. ഗാസയെ സംരക്ഷിക്കണമെന്നും ഗാസയ്ക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഗാസ വിട്ടുപോകണമെന്നും വെടിനിർത്തണമെന്നും ഹമാസിന്റെ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലിയരുടെ കയ്യിലുള്ള ആളുകളെ വിട്ടു നൽകണമെന്നുമൊക്കെ കൽപ്പനയും കൊണ്ട് ചെന്നാൽ ആ കരാർ 4ആയി വലിച്ചു കീറി ഇസ്മായിൽ ഹനിയയുടെ മുഖത്തെറിഞ്ഞിട്ട് വാട ആയുധമെടുത്ത് യുദ്ധത്തിന് എന്ന് പറയുന്ന ജൂതപ്പടയോടാണോ ഇവർ ഈ കരാറുമായിട്ട് ചെല്ലുന്നത്? എല്ലാ മാർഗത്തിലൂടെയും യുദ്ധം രൂക്ഷമാക്കിയിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേൽ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഹമാസ് ഭീകരനെങ്കിലും ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നാളെ ഇസ്രായേലിലെ അവസാനത്തെ പുൽക്കൊടിക്ക് പോലും അവനൊരു തലവേദനയായി മാറും എന്നുള്ളത് കൊണ്ട് ഹമാസ് ഭീകരരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഗാസയിലെ സാധാരണ ജനങ്ങളും ഈ അക്രമത്തിൽ പെട്ടുപോകുകയാണ്. ഗാസ സിറ്റിയിൽ ഭക്ഷണപ്പൊതികൾക്കായി തടിച്ചുകൂടിയ പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രായേലിനെതിരെ ലോകമെങ്ങും ശക്തമായ പ്രതിഷേധമുയരുകയാണ്.
നമ്മളാരും ഒരിക്കലും ഈ കൂട്ടക്കൊലയെ അപലപിക്കാതെ പോകാൻ കഴിയില്ല. മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്, അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. പക്ഷേ എതിർഭാഗത്ത് ഹമാസ് ഭീകരർ ഹിസ്ബുള്ളയെയും ഐസിസിനെയും ഹൂതികളെയും ഒക്കെ ഇളക്കി വിട്ട് ഇറാന്റെ പിന്തുണയോടെ വീണ്ടും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിന്റെ കപ്പലുകളെ ആക്രമിക്കുകയും ഇസ്രായേലി ബന്ധികളെ നിഷ്കരുണം വധിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിനെ തിരിച്ചാക്രമിച്ചല്ലേ മതിയാകും. ശക്തമായ പ്രതിഷേധം ഇസ്രായേലിന്റെ ഈ മനുഷ്യഹത്യക്കെതിരെ ഉയരുന്നുണ്ട്. വിവിധ സന്നദ്ധ സംഘടനകളും ഹീനമായ സൈനിക നടപടിയെ അപലപിക്കുന്നുണ്ട്. മരണസംഖ്യ 115 ഉയർന്നിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 700-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഫ അതിർത്തിയിൽ ആക്രമണം ശക്തമായി രൂക്ഷമായി തുടരുന്നു. യുദ്ധഭൂമിയിൽ ഭക്ഷണവും വെള്ളവും അടക്കം അവശ്യ വസ്തുക്കൾക്കായി ജീവൻ കളയേണ്ട അവസ്ഥയിലാണ് പലസ്തീൻകാരെന്ന് ലോകാരോഗ്യ സംഘടന പ്രസ്താവിക്കുകയാണ്. ഗാസയിലെ ആരോഗ്യരംഗം മുട്ടിലിഴയുകയാണെന്നും അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ നെട്ടോട്ടമോടുകയാണെന്നും WHO വക്താവ് ക്രിസ്ത്യൻ ലിൻമെയർ ജനീവയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭക്ഷണത്തിന് കാത്തുനിന്നവരെ ആരും കൊല ചെയ്തതിൽ ഇന്ത്യ അഗാധമായ നടുക്കം പ്രകടിപ്പിച്ചു. ഇന്ത്യ എപ്പോഴും മനുഷ്യത്വത്തോടൊപ്പമാണ് നിൽക്കുന്നത്. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തോടും സമാധാനത്തോടു കൂടിയുള്ള മുന്നോട്ട് പോകലിനും തന്നെയാണ് ഇന്ത്യ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തോടും ഒപ്പം നിന്നിട്ടുള്ളത്. ഭീകരതയും തീവ്രവാദവും യുദ്ധവും കൊള്ളയും കൊലയും ഒന്നും ഇന്ത്യ അംഗീകരിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിലുള്ളതല്ല. റഷ്യ ഉക്രൈൻ പ്രശ്നം വന്ന സമയത്തും ഇന്ത്യ ചോദിച്ചത് ആകെയുള്ള ഒരു ജീവിതം എന്തിനാണ് യുദ്ധം ചെയ്ത് തൊലച്ചു കളയുന്നത്? നിങ്ങൾക്ക് സമാധാനത്തോടെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിച്ചൂടെ എന്നാണ്. ഗാസയിലെ മനുഷ്യ ദുരിതത്തിനിടയിൽ ഈ കടുത്ത ആശങ്ക ഉയർന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. കാരണം ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ പോലും കൊല്ലപ്പെടുന്നു. ഫ്രാൻസ്, ബ്രസീൽ, തുർക്കി, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ മനുഷ്യക്കുരുതിയെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. തിക്കിലും തിരക്കിലുമാണ് കൂടുതൽ പേരും കൊല്ലപ്പെടുന്നതെന്ന് അറിയിക്കുന്നു. ജനക്കൂട്ടം അക്രമാസക്തമാകുന്നതോടെ സ്വയം രക്ഷാർത്ഥം വെടിയുതിർക്കുകയായിരുന്നു എന്നും ഇസ്രായേൽ ന്യായീകരിക്കുന്നു. ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞ ജനക്കൂട്ടത്തിന് നേരെ യുദ്ധവിമാനങ്ങളും വെടിയുതിർത്തെന്ന് സാക്ഷികൾ പറയുന്നു. ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30,000 കഴിഞ്ഞു. 71,377 പേർ പരിക്കേറ്റ നിലയിലുണ്ട്. അടുത്ത ആഴ്ചയോടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള UN ഏജൻസിക്ക് $5.4 കോടി ധനസഹായം വിട്ടുകൊടുക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ 7 നടന്ന ഹമാസ് ഭീകരാക്രമണത്തിൽ UNRWAയിലെ 12 അംഗങ്ങൾ പങ്കെടുത്തു എന്ന ഇസ്രായേൽ ആരോപണത്തെ തുടർന്ന് ധനസഹായം മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. അതേസമയം ഇസ്രായേൽ ബോംബാക്രമണങ്ങളിലും വെടിവയ്പിലുമായി 7 ബന്ധികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന് ഹമാസിന്റെ സേനാ വിഭാഗം അറിയിച്ചതോടെ ഇസ്രായേലിലെ ബന്ധികളുടെ ബന്ധുക്കൾ ആകെ നെതന്യാഹുവിനെതിരെ കുതിച്ചുയരുകയാണ് പ്രതിഷേധവുമായി. വീണ്ടും വ്യോമാക്രമണം നടത്തിയതിൽ റാഫയിൽ 11 മരണമാണ് നടന്നത്. സമാധാന ചർച്ചകൾ ഇന്ന് വീണ്ടും കെയ്റോയിൽ പുനരാരംഭിക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കോ ഒരു സമരസപ്പെട്ട് ഒരു വിട്ടുവീഴ്ച സംസാരത്തിനോ വെടിനിർത്താനോ യുദ്ധം അവസാനിപ്പിക്കാനോ ഒന്നും തയ്യാറല്ലാതെ നെതന്യാഹു യുദ്ധവുമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഹമാസ് ഒതുങ്ങുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല. നിലവിളിച്ചുകൊണ്ട് ഈജിപ്തിലെത്തിയിട്ട് കാര്യമില്ല. ഖത്തറിനെയും US-നെയും ഒന്നും ഇറക്കിയതുകൊണ്ട് കാര്യമില്ല. ഇസ്രായേലിന് മനസ്സിലാകണം ഹമാസ് ഒരു പാഠം പഠിച്ചു എന്ന്. അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ലെന്നും ഈ യുദ്ധം നിങ്ങൾ തുടങ്ങി വെച്ചതാണ്, ഞങ്ങളായിരിക്കും അവസാനിപ്പിക്കുന്നതെന്ന് നേരത്തെ തന്നെ നെതന്യാഹു പറഞ്ഞിട്ടുള്ളതാണ്. നന്ദി.